ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ബഡ് ചെയ്ത ചെടികൾ നടാൻ പോണേന്. മൾബറിയും ചാമ്പയും നെല്ലിക്കാപ്പുളിയുമാണ്. അപ്പോൾ ഇതേ നമ്മൾ കവറിൽ ഇപ്പോൾ ഏകദേശം ഇരിക്കുന്ന കവറിലാണ് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഡ്രമ്മിലോട്ട് മാറ്റണം. ഇതൊക്കെ നമ്മൾ J33 പ്ലാവ് നട്ടാക്കണേ. താഴെയാണ് നട്ടത്. ഇത് കുറച്ചുകൂടി വലുതാവണത് ഇതുകൊണ്ടാണ് നമ്മൾ താഴെ നട്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രമ്മിലൊക്കെ നിറക്കാനായിട്ട് കുറച്ച് മണ്ണ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ മണ്ണ് മാത്രമല്ല നമ്മൾ വേറെ വളങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അത് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ നമ്മുടെ എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ചേട്ടൻ മണ്ണൊക്കെ കോരിയെടുക്കണതാണ്. ഇനി അതിലോട്ട് നമുക്ക് വളവും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെടിയെല്ലാം നടുന്നത്. കാരണം വളം വേണമല്ലോ, എന്നാലും നല്ല രീതിയിൽ ഇത് വളരാൻ പറ്റുള്ളൂ. ജലദോഷം ചുമയൊക്കെ പിടിച്ചിരിക്കണോണ്ട് ഏകദേശം സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വോയിസ് ഓവറിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ കല്ല് കട്ടയൊക്കെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി നമ്മൾ തിരഞ്ഞെടുക്കണം കേട്ടോ. ഇനി നമുക്ക് വളം ഇടണം. വളം ഇടാനായിട്ട് നമ്മൾ ഡ്രമ്മിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് സെറ്റ് ചെയ്യണത്. ഫസ്റ്റ് നമ്മളിങ്ങനെയാണ് കാണിക്കുന്നത്. ഡ്രമ്മിൻ്റെ ഉള്ളിൽ തന്നെ വളമിട്ട് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചകിരിച്ചോറ് നമ്മളൊരു ചാക്ക് മേടിച്ച് വെച്ചാക്കണയാണ്. വേറെ ചെടികൾക്കൊക്കെ ഇടാനായിട്ട് കൂടുതൽ നമ്മളിവിടെ മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയായിട്ട് ഇട്ടൊക്കെ ഇട്ടണത് നമുക്ക് ചകിരിച്ചോറ്, അല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ ടൈപ്പ് കട്ടയായിട്ടും കിട്ടും വെള്ളത്തിലിട്ട്. അപ്പോൾ ഈ ഒരു ഡ്രമ്മിലാണ്ട് നമ്മൾ ഇടാൻ പോകുന്നത്. എന്നിട്ട് ആദ്യം കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു, കുറച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തേ. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൂടിയാണ് കുറച്ച് ഇടാനുള്ളത്. അപ്പോൾ അതേ ചകിരിച്ചോറ് കുറച്ചിട്ടു. അത് കഴിഞ്ഞ് നമ്മളിന് വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മിക്സ് മെയിനായിട്ടുള്ള വളങ്ങൾ ചേർക്കുന്നത്. ഇനി ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയിട്ടാണ്, നമ്മൾ ഈ ഡ്രമ്മിൻ്റെ ഉള്ളിൽ കുറച്ച് ഉണക്ക ചവറുകൾ ഇടപെടായിരുന്നു. നമ്മളിവിടെ നടിച്ച് കിട്ടുന്നത് ഇലകളൊക്കെ ഇല്ലേ, ഉണക്ക ഇലകളൊക്കെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട് ഇപ്പോഴാണ് ഓർത്തത്. അപ്പോൾ നമ്മൾ ചെയ്തത് കുറച്ച് ചകിരിച്ചോറിട്ടു, കുറച്ച് മണ്ണിട്ടു, പിന്നെ നമ്മുടെ വേപ്പ് പിണ്ണാക്കും എല്ലുപൊടിയും ഇട്ടു. അങ്ങനെ ലെയറായിട്ട് ഒരു 2-3 ലെയർ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി കുറച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ചെടി നടാം. അപ്പോൾ ഇത് നമ്മുടെ മൾബറി ചെടിയായിട്ട് നടുന്നത്. മൾബറി പല മോഡലുണ്ട്. നമുക്ക് ഏത് മണ്ണിലാണെങ്കിലും മൾബറി നടാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് മൾബറിയും ഉണ്ട്, റെഡ് മൾബറിയും ഉണ്ട്. അത്യാവശ്യം നല്ല വിലയൊക്കെയാണ്. 800 രൂപയാണ് തോന്നുന്നത് ഇതിൻ്റെ റേറ്റ് വന്നത്. പിന്നെ ഈ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിക്കൊക്കെ ഏകദേശം ഒരു 50-40 രൂപയ്ക്ക് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ചെടി കിട്ടണം, എന്നാലേ ചെടി നല്ല രീതിയിൽ വളരാനും. വേപ്പിൻ പിണ്ണാക്കെന്ന് പറഞ്ഞാൽ നല്ല ഒരു കീടനാശിനിയും വളവും കൂടിയാണ് കേട്ടോ. നമ്മൾ ബഡ് ചെയ്ത ചെടിയൊക്കെ നടുമ്പോഴേ നമ്മുടെ ബഡ് ചെയ്ത ഭാഗം മണ്ണിൻ്റെ അടിയിൽ പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ ഭാഗം പൊത്തിക്കണം. അപ്പോൾ അത് മണ്ണിൻ്റെ അടിയിൽ നമ്മൾ 2 രീതിയിൽ നടണം കാണിക്കണുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഡ്രമ്മിൽ തന്നെ മിക്സ് ചെയ്യണതാണ്. ഇത് കൂടാതെ നമുക്ക് സെപ്പറേറ്റ് നമ്മുടെ എല്ലാ മണ്ണിലോട്ട് മിക്സ് ചെയ്യണതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തത് ആ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ആ മണ്ണിൽ തന്നെ എല്ലാ വളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് നിറച്ച് നടണം. പിന്നെ നമ്മൾ ചാണാനും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ചാണാൻ ഉണക്കച്ചാണാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചവറാണ് കാര്യം. അപ്പോൾ ഈ ഉണക്കച്ചവറ് ഇതേപോലെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മണ്ണിടാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് ആ മണ്ണിലോട്ട് നമ്മൾ എല്ലുപൊടി ഇട്ടു. അത് കഴിഞ്ഞ് വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കണേണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ചകിരിച്ചോറ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുക്കണേണ്. പിന്നെ ഉണക്കച്ചാണാനിടണം. ഉണക്കച്ചാണാൻ എന്ന് പറഞ്ഞാൽ ഇത് കട്ട പോലെ ഇരിക്കണേ. നമുക്ക് ഇതേപോലെ ചകിരിച്ചോറ് പോലെ പൊടിയായിട്ട് കിട്ടുന്നത് അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. നമുക്ക് കട്ടയാകുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും അതിലോട്ട് വളമൊക്കെ ഇറക്കി പിടിക്കാനായിട്ട്.
ഇനിയിപ്പോൾ നമ്മൾ പറയണില്ല, നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെയാണ് പിന്നെയും ചെയ്യാൻ പോകുന്നത്. പിന്നെ എനിക്ക് സൗണ്ട് കുറവായതുകൊണ്ട് ഒച്ചടപ്പുള്ളതുകൊണ്ട് ഞാനിനി പറയണില്ല കേട്ടോ. ഫുള്ള് നിങ്ങൾക്ക് വീഡിയോ കണ്ടോ. അപ്പം അത്ര മിക്സ് ചെയ്ത മണ്ണല്ലേ? അപ്പോൾ അതേ നമ്മുടെ വീഡിയോ ഇന്നത്തെ കഴിഞ്ഞു. എല്ലാം നട്ടു. ഇതിക്ക് മുന്നേ നട്ട ഇത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ ഇതാണ് നമ്മൾ ഇതിക്ക് മുന്നേ നട്ടത് അമ്പഴം, പിന്നെ പേര. അമ്പഴം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അമ്പഴം ഇതല്ല, ഇതിനേലും നല്ല അത്യാവശ്യം വലുതാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്രണ്ടിലാണ് വെച്ചേക്കണത്. പിന്നെ മാങ്ങയൊക്കെ ബഡ് ചെയ്ത് നമ്മൾ ആ പറമ്പിൽ തന്നെയാണ് വെച്ചേക്കണത്. പിന്നെ നമ്മൾ വെയിലുള്ള സ്ഥലത്ത് വേണമല്ലോ ഇതൊക്കെ വെക്കാനായിട്ട്. അതുകൊണ്ട് അമ്പഴം ഇതിനേലും വലുതാവും കേട്ടോ. അപ്പോൾ പേര ഉണ്ടായിട്ടില്ല, ഉണ്ടായി തുടങ്ങിയിട്ടില്ല. നമ്മളിത് പീറാപ്പിളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.